നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ മക്കൾ അനുസരിക്കുന്നില്ല, വീട്ടിൽ സമാധാനമില്ല, ഐക്യമില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന വിഷയങ്ങൾ. ഇത് കേവലം ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രമുള്ളതല്ല. പൊതുവെ എല്ലാവരിലും കാണുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പ്രതിസന്ധി തന്നെയാണിത്. കാലത്തിൻ്റെ ഈ കുത്തൊഴുക്കിനിടയിൽ അവരവർക്ക് തോന്നുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴും പൈശാചികമായ ചില ദുർബോധനകൾ കാരണമായിട്ടൊക്കെ ഉണ്ടായേക്കാവുന്ന ചില പ്രതിസന്ധികളാണ് ഇത്തരം വിഷയങ്ങൾ. ഇതിനെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, ഇതിനോടെങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഇതിനോടെങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ലാണ്ട് നിൽക്കുന്നതൊക്കെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത്. അതിന് ആത്മീയമായ വഴികൾ ഉപയോഗിക്കാം. വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവർക്ക് അവരോട് ദേഷ്യമുണ്ടായിരിക്കാം. അതിന് കാരണങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങളായിരിക്കാം. ഇതൊക്കെ പൈശാചികമായിട്ടുള്ളൊരു ദുർബോധന ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ തടസ്സങ്ങൾ ആത്മീയമായിട്ട് പരിഹരിക്കുക എന്നുള്ളതാണ്. നമ്മളിന്നിവിടെ പറയാൻ പോകുന്ന ഈ ഒരു ആയത്ത് വളരെ ചെറിയൊരായത്താണ്. ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരൊറ്റ ആയത്ത് കൊണ്ടാണ് ഇഫ്രീത്ത് പറഞ്ഞത്, ഇഫ്രീത്തിനെ കുറിച്ച് പറയപ്പെട്ടത്. നിങ്ങൾ ഈ ഒരു ആയത്ത് ഓതിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇഫ്രീത്തിനെ കരിച്ചു കളഞ്ഞത്. പ്രഭാതമായ സമയത്ത് അവിടെ കരിയും വെണ്ണീറും ആ സ്ഥലത്തുണ്ടായിരുന്നു. അത് ഈ ഒരു ആയത്ത് കാരണമായിട്ടാണ് ഇഫ്രീത്ത് നശിച്ചിരുന്നതെന്ന്. അപ്പോൾ ആ വീട്ടിലെപ്പോഴും ആരും അവിടെ താമസിക്കില്ല. താമസിക്കാത്ത കാരണം എന്താ വെച്ചാൽ താമസിക്കുന്നവരെല്ലാം നശിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരാളവിടെ പുതിയതായിട്ട് താമസക്കാരൻ വരുന്നു, അവർ ഈ ഒരു ആയത്ത് ഓതുന്നു. ഈ ആയത്തിലെ ഈ ഒരു ഭാഗമുണ്ട്, ആ ഭാഗം യഥാർത്ഥത്തിൽ അവിടെയുള്ള ആ ഛിദ്രശക്തിയെ, ആ പൈശാചികതയെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയേണ്ടി വരുന്നത്. നമുക്കൊരു നിശ്ചിത ആളുകളെ മാത്രമേ നോക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം. ഈ പിശാച് എന്ന് പറയുന്ന ഈ ഒരു സംഭവം അത് അതിശക്തനും ഭീമനുമായ ഒരു ഇഫ്രീത്ത് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിശാചുക്കളിലെ വളരെ ശക്തിയുള്ളതാണ്, ഭീമനാണ് ഇഫ്രീത്ത് എന്ന് പറയുന്നത്. ഉന്നതരായ സത്യവിശ്വാസികളെ വഴിതെറ്റിക്കാൻ ഏറ്റവും ശക്തനായ ഇഫ്രീത്തിനെയാണ് നിയോഗിക്കപ്പെടാറുള്ളത്. അപ്പോൾ ഇഫ്രീത്താണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഊരുചുറ്റി ഇങ്ങനെ നടക്കുന്നത്. പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളിലും നമ്മൾ എന്തിനാ അവനോട് അങ്ങനെ പറഞ്ഞെന്നൊക്കെ വിചാരിക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലേക്ക് ഇഫ്രീത്തിൻ്റെ ഒരു ഷെർറ് ഉണ്ടായേക്കാം. നമുക്കൊക്കെ അറിയാവുന്നൊരു സംഭവമാണ്. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടപ്പോൾ ആ വെല്ലുവിളി സ്വീകരിക്കാൻ ആദ്യമായി മുന്നോട്ട് വന്നത് ഇഫ്രീത്തായിരുന്നു അല്ലേ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇബ്നു ഖുതൈബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഷയം. കഅബ് ഗോത്രക്കാരിൽപ്പെട്ട ഒരാൾ പറയുന്നുണ്ട്, അവരിങ്ങനെ ഈത്തപ്പഴത്തിൻ്റെ സെയിലാണ് അവരെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈത്തപ്പഴം ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് ബസറ പട്ടണത്തിൽ പ്രവേശിച്ചു. അവിടെ ഇങ്ങനെ ഒരു വീടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഓരോ വീട്ടിൽ പോയിട്ട് വിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഒരു വീടും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആൾതാമസമില്ല എന്ന് തോന്നുന്ന ചിലന്തി വലയൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ആൾപ്പെരുമാറ്റമില്ലാത്ത ഒരു വീടാണ് അവിടെ ആകെ കണ്ടെത്തിയത്. അപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ എന്താണ്, ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇത് ശരിക്ക് ഇവിടെ ഇങ്ങനെ ആളുകളിങ്ങനെ താമസിക്കും, പക്ഷേ താമസിക്കുന്ന ആളുകളൊക്കെ ആ വീട്ടിൽ പെട്ടെന്ന് നശിച്ചു പോകുന്നു, മരണപ്പെട്ടു പോകുന്നു, ഇല്ലാതെയായി പോകുന്നു, അവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് ആരും അവിടെ ഇപ്പോൾ താമസിക്കാറില്ല. ഇവിടെ ഇഫ്രീത്തിൻ്റെ വാസകേന്ദ്രമാണിത് എന്ന് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി.
അപ്പോൾ ആ വീട്ടിൽ പ്രവേശിക്കുന്നവരെല്ലാം നശിച്ചു പോകുന്നു, നല്ല നടപ്പിലേക്ക് എത്തുന്നില്ല, പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഈത്തപ്പഴം കച്ചവടം ചെയ്യുന്ന ഇവർ വലിയ ധൈര്യത്തോടു കൂടെ ധൈര്യസമേതം ആ വീട്ടിൽ താമസിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ മനസ്സുകൊണ്ട് ഉറച്ചു പറഞ്ഞു, അള്ളാഹു എന്നെ സഹായിക്കും. റബ്ബല്ലേ എല്ലാം സൃഷ്ടിച്ചത്, അവൻ്റെ കീഴിലാണല്ലോ എല്ലാം. ഞാനും ഈ പറയുന്ന ജിന്നും ഈ ഷെയ്ത്വാനും ഈ പൈശാചികതയൊക്കെ അവൻ്റെ കീഴിലാണല്ലോ. അതാണ് നമ്മൾ തവക്കുല് ക്ലിയറാക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇബ്ലീസ് അല്ലെങ്കിൽ പൈശാചികത, ഷെയ്ത്വാൻ്റെ ഷർറൊക്കെ അതിന് താഴെയാണല്ലോ വരുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഞാനതിന് നല്ല ശക്തമായിട്ട് തവക്കുൽ ചെയ്ത് നിൽക്കും എന്ന് പറയുകയും, രാത്രിയായ സമയത്ത് ഒരു കറുത്തിരുണ്ട ഒരു വ്യക്തി അവിടെ എത്തും എന്നുള്ളതാണ്. കണ്ണുകളിൽ നിന്ന് തീജ്വാല ഇങ്ങനെ കത്തുന്ന രൂപത്തിലുണ്ടായിരിക്കാം. ഇഫ്രീത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ദേഷ്യത്തോടു കൂടെ ക്രോധത്തോടു കൂടെ വരുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അവരിങ്ങനെ അവിടെ നിന്ന് ആയത്തുൽ കുർസി ഇങ്ങനെ ഓതാൻ തുടങ്ങിയെന്ന ഓരോ വാക്യങ്ങളും ഓതുമ്പോൾ പിശാച് ഇങ്ങനെ അതേ പ്രകാരം ഇങ്ങനെ ഓതുന്നതാണ്. വലാ യഊദുഹു ഹിഫ്ലുഹുമാ വഹുവൽ അലിയുൽ അലീം. ആ ഒരു വാക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വലാ യഊദുഹു ഹിഫ്ലുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന് ആയത്ത് അതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ഓതി. അതാണ് ഈ ആയത്തിനൊരു പവർ ഉണ്ടെന്ന് പറഞ്ഞ്. ആ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതുമ്പോൾ വലാ യഊദുഹു ഹിഫ്ലുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന് ഓതുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് അപ്രത്യക്ഷമാവുകയാണ്. ഈ ഇഫ്രീത്ത് അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങും. പ്രഭാതമായി കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് കരിയും വെണ്ണീറും ആ ഒരു സ്ഥലത്ത്, നേരത്തെ ഉണ്ടായിരുന്ന ആ ഷെയ്ത്വാൻ്റെ ഷെർ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ വെണ്ണീറിൻ്റെ കരിയുടെയൊക്കെ ഒരു അടയാളം ഇങ്ങനെ കാണുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഒരു ശബ്ദം, ഒരു അശരീരി കേൾക്കണം. ആ അശരീരി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ ഭീകരനായ ഇഫ്രീത്തിനെ വലാ യഊദുഹു ഹിഫ്ലുഹുമാ വഹുവൽ അലിയുൽ അലീം എന്ന വാക്യം കൊണ്ട് കരയിച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ് ആ വിളിച്ചു പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഒരു ആയത്തിൻ്റെ ഒരു പവറാണ് ഞാൻ പറയുന്നത്. ആയത്തുൽ കുർസി അത്രമേൽ സവിശേഷമുള്ളതാണ്. അതോടൊപ്പം തന്നെ ആയത്തുൽ കുർസിയിലെ ഈ ഒരു ഭാഗം വലാ യഊദുഹു ഹിഫ്ലുഹുമാ വഹുവൽ അലിയുൽ അലീം, ഹിഫ്ലിൻ്റെ വളരെ സവിശേഷമേറിയ ആയത്തിലെ ഒരു ഭാഗമാണിത്. ഇത് നമ്മൾ ചൊല്ലിയാലുള്ള ഗുണങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പല ആത്മീയമായ മേഖലകളിലൊക്കെ ഇത്തരം വിഷയങ്ങളെ പരിഹാരം ചെയ്യുന്നവരും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരൊക്കെ സ്വാഭാവികമായിട്ടും അവർ ഈ ഒരു ആയത്ത് ഇങ്ങനെ പല വിഷയങ്ങൾക്കും ആവർത്തിച്ച് ഇങ്ങനെ ഊതുന്നത് കാണാം. അതുകൊണ്ട് അതിനത്രമേൽ പവിത്രതയും അത്രമേൽ മഹത്വമൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വിഷയങ്ങളിലും നമ്മുടെ കുടുംബത്തിലെ വിഷയങ്ങളിലും ജീവിതത്തിലെ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് ആയത്തുൽ കുർസിയിലെ ഈ ഒരു ആയത്ത് അത് റിപ്പീറ്റ് ചെയ്ത് ഓതുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള വഴികളൊക്കെ അള്ളാഹു എളുപ്പമാക്കട്ടെ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ശപഥം ചെയ്തിറങ്ങിയ പിശാച് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ പല പ്രതിസന്ധികളും നമുക്ക് നേരിട്ട് വരുന്നത് ഇത്തരം പൈശാചികത കാരണമായിട്ടാണ്. അതിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ ഇത് കാരണമാകും. എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ 5 വഖത്ത് ഫർള് നിസ്കാരം ഒരു കാരണവശാലും ഖളാ ആക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കുക. ഹറാമിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുക. മറ്റുള്ളവൻ്റെ ഗീബത്ത് നമീമത്ത് ഇതൊക്കെ പറയാതിരിക്കുക. സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് എല്ലാ സമയങ്ങളിലും ജോലിയാവുക. ദിവസത്തിലൊരിക്കലെങ്കിലും വിശുദ്ധ ഖുർആൻ കയ്യിലെടുത്ത് പാരായണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് ആത്മീയമായ വഴികളിലേക്ക് എത്തുക. അസ്മാഉൽ ഹുസ്ന ഒരു ദിവസം ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും, ഒരു തവണ ഓതുന്നവർ 2 തവണയെങ്കിലും, 2 തവണ ഓതുന്നവർ 3 തവണയെങ്കിലും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളെ ചേർത്ത് വെക്കുക. ഓരോ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ആ ഇസ്മുകൾ നമ്മുടെ പ്രതിസന്ധിയോട് ചേർന്ന് നിൽക്കുന്ന ഇസ്മ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഇസ്മ നമ്മൾ എന്ത് ചെയ്യാം, വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളത് ചൊല്ലുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ
ദുആ ചെയ്യണമെന്ന വസിയ്യത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.